ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ വീഡിയോ കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കളയണ്ട കേട്ടോ. നമുക്ക് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. പഴുത്ത് പോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. അത് നമ്മൾ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്താൽ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ആട്ടപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പരുവമാണ് ഇതിന് വേണ്ടത് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് അരിപ്പൊടിയോ ആട്ടപ്പൊടിയോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് ചിലപ്പോൾ ടൈറ്റായി പോകും കേട്ടോ, മുറുകിയിരിക്കും. അപ്പം നമുക്ക് തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് വ്യത്യാസം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു തേങ്ങയുടെ പകുതി മുറി ഒന്ന് തിരുമ്മിയെടുത്തതാണ്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ആണ് ചേർക്കുന്നത്. പഞ്ചസാരയാണ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ 3-4 ഏലക്ക ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വട്ടയിലയാണ്, വട്ടത്താമരയില അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കിട്ടാത്തവർക്ക് നമുക്ക് സാധാ വാഴയില എടുക്കാം. അതിനകത്തോട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഒരു സൈഡിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പഴത്തിൻ്റെ ആ ഒരു ചെവിയൊന്നും അറിയത്തില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റും അടിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.